മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രവാചകനാണ്, എനിക്കുള്ള മാതൃകയാണ്. എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാകണം, എന്റെ ഡ്രസ്സിംഗ് എങ്ങനെയാകണം, എന്റെ സംസാരം എങ്ങനെയാകണം, എന്റെ വീട്ടിലെ വിവാഹം എങ്ങനെയാകണം, എന്റെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാകണം, അതിലൊക്കെ എനിക്കൊരു റോൾ മോഡൽ ഉണ്ട്. അതെ, ഉസ്വത്തുൻ ഹസന, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എന്നാൽ ലിബറലിസം എന്ന പേരിൽ നേരിട്ട് മുസ്ലിം യുവാക്കളിലേക്ക് നിരീശ്വരവാദം കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരോട് പറഞ്ഞു, മൈ ബോഡി മൈ ചോയ്സ്, നമ്മുടെ ഇഷ്ടമല്ലേ പ്രധാനം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ തീരുമാനിക്കും എന്ന ലിബറലിസത്തിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ആണും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞ ആൺ പെൺ വ്യത്യാസത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ കുത്തഴിഞ്ഞ ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കാൻ. എന്നാൽ ഖുർആൻ പറഞ്ഞു, വലൈസ ദക്കറു കൽ ഉൻസാ, ആണ് പെണ്ണിനെ പോലെയല്ല. ആണിന്റെയും പെണ്ണിന്റെയും ശരീര വളർച്ച, ഹോർമോൺ വളർച്ച, എല്ലിന്റെ വളർച്ച, മാനസിക വളർച്ച എല്ലാം എടുത്തോളൂ. ഇനി മതത്തെ മാറ്റിവെച്ച് പഠിച്ചാലും മനസ്സിലാകും ഒരിക്കലും ആണും പെണ്ണും സമമല്ല എന്ന്. നോക്കൂ സഹോദരങ്ങളെ, അത് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ, വിവാഹ ദിവസം നമസ്കാരം ഉപേക്ഷിക്കുന്നു. ലിബറലിസം എവിടെ എത്തി? എന്റെ ഇഷ്ടം ഞാൻ തീരുമാനിക്കും. വിവാഹ ദിവസം ആ വിവാഹിതയാകുന്ന പെൺകുട്ടി മേക്കപ്പ് ഇടുന്നു. മേക്കപ്പ് ഇട്ടാ പിന്നെ ഒതെടുക്കാൻ പറ്റുമോ? ഒതെടുത്തില്ലേ നിസ്കരിക്കാൻ പറ്റുമോ? ദുഹറില്ല, അസറില്ല, ദുഹറില്ല, അസറില്ല. ചില വീടുകളിൽ മൊത്തം മേക്കപ്പ് ഇടുന്നു. ഈ കൃത്രിമ സൗന്ദര്യം നമുക്ക് വേണോ? റബ്ബ് നൽകിയ സൗന്ദര്യമാണോ കൃത്രിമ സൗന്ദര്യമാണോ നമുക്ക് വേണ്ടത്? നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണോ നമുക്ക് വേണ്ടത്? മഹല്ല് കമ്മിറ്റികൾ ഉയർന്ന് ചിന്തിക്കണം. കാരണവന്മാർ മുന്നോട്ട് വരണം. വിവാഹം സന്തോഷത്തിന്റെ വേളയാണ്, സംതൃപ്തിയുടെ വേളയാണ്. അയ്യയ്യേ എന്ന് പറയുന്ന രൂപത്തിലാവരുത്. നമ്മുടെ കീഴിലുള്ള